ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്ന അറിയാൻ നേരമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ട് ഒരു മോര് കറിയാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചട്ടി എടുത്തുന്നത് അല്ലെങ്കിൽ കുറച്ച് പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുന്നത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, ഉപ്പിടുക. ആയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് സ്വല്പം പൈനാപ്പിൾ എടുത്ത് നമ്മൾ മിക്സിയിൽ ജാറിൽ ഒന്ന് അരച്ചെടുത്തിരുന്നപ്പോൾ ഈ അരപ്പും കൂടി ചേരുമ്പോൾ ശരിക്കും പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഈ കറിയിലേക്ക് കിട്ടും. ശർക്കര, പൈനാപ്പിൾ നല്ല മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായി വെന്ത് വരും. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായി സ്വല്പം 1/4 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞളും ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ തേങ്ങ നന്നായിട്ട് തേങ്ങയും മഞ്ഞളും ജീരകം കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ പിരിയാൻ സാധ്യതയുണ്ട്, ഇളക്കിക്കൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കും. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ച് മോര് ഫ്ലെയിം ഓഫാക്കി ചൂടാറി സ്വല്പം അറിയാൻ ശേഷം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക, പിരിയാതിരിക്കാനായിട്ട്. കറിയിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാൻ അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. സ്വല്പം കടുക് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോൾ കുറച്ച് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ കറിവേപ്പില എടുക്കുക. സ്വല്പം ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇത് ലഭിക്കും, ചുവപ്പ് കളർ ലഭിക്കും. ഇപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അടിപൊളി ഒരു മോര് കറി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.